കണിക്കൊന്നയില്ലാതെ എന്ത് വിഷു? മറ്റെന്തൊക്കെ ചേർത്ത് കണിയൊരുക്കിയാലും കണിക്കൊന്നയില്ലാതെ വിഷുക്കണി പൂർത്തിയാകില്ല. നമ്മുടെ ഔദ്യോഗിക പുഷ്പം കൂടിയാണ് കണിക്കൊന്ന. കൂടാതെ അനവധി ഔഷധ ഗുണങ്ങളുമുണ്ട്. എന്നാൽ വിഷുക്കാലത്തിനോട് ഒരു പ്രത്യേക അടുപ്പമുണ്ട് കണിക്കൊന്നയ്ക്ക്. വിഷുക്കാലത്തിന്റെ വരവറിയിച്ചുകൊണ്ട് സ്വർണ്ണവർണ്ണം വാരി എറിഞ്ഞുകൊണ്ട് നാടെങ്ങും കണിക്കൊന്ന പൂത്തു നിൽക്കും. കണിക്കൊന്നയ്ക്ക് പിന്നിലെ രസകരമായ ഒരു കഥ അറിയാമോ? പണ്ട് ഭഗവാനെ കളിക്കൂട്ടുകാരനായി കണ്ട ഒരു ഉണ്ണി ഉണ്ടായിരുന്നു. ഭഗവാൻ അവനോടൊപ്പം കളിച്ചു തിമിർത്തു. ഒരു ദിവസം ഒരു ഭക്തൻ സമർപ്പിച്ച ഒരു സ്വർണ്ണമാല ധരിച്ച് ഭഗവാൻ ഉണ്ണിയോടൊപ്പം കളിക്കാൻ ചെന്നു. ആ മാല ഭഗവാൻ ഉണ്ണിക്ക് സമ്മാനിച്ചു. വൈകുന്നേരം നട തുറന്ന് ഭഗവാന്റെ വിഗ്രഹത്തിൽ മാല കാണാതെ എല്ലാവരും പരിഭ്രമിച്ചു. മാലക്കായി അന്വേഷിച്ചു നടന്നപ്പോൾ ഉണ്ണിയുടെ കയ്യിൽ മാല കണ്ടെത്തുകയും ഭഗവാൻ തന്നതാണെന്ന് പറഞ്ഞിട്ടും ആരും വിശ്വസിച്ചില്ല. കുട്ടിയെ എല്ലാവരും ശാസിക്കാൻ തുടങ്ങി. ഇതിൽ വിഷമിച്ച് കുട്ടി, അങ്ങ് തന്നെയല്ലേ മാല തന്നത് എന്നും എല്ലാവരും എന്നെ ശിക്ഷിച്ചിട്ടും എന്തേ എന്നെ രക്ഷിക്കാത്തേ എന്നും ചോദിച്ച് സങ്കടത്തോടെ മാല ദൂരേക്ക് വലിച്ചെറിഞ്ഞു. മാല ചെന്ന് വീണത് ഒരു കൊന്നമരത്തിലാണ്. ഉടനെ തന്നെ മരം നിറയെ മഞ്ഞ നിറത്തിലുള്ള പൂക്കളാൽ നിറഞ്ഞു. ഈ സമയം ശ്രീകോവിലിൽ നിന്ന് ഭഗവാന്റെ അശരീരി ഉണ്ടായി. കുട്ടി എന്റെ ഭക്തനാണെന്നും കൊന്നമരത്തിന് ഈയൊരു ഭാഗ്യം നൽകാനുള്ള നിയോഗം കുട്ടിക്കായിരുന്നു എന്നും ഈ പൂക്കൾ കണി കാണുന്നത് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നൽകുമെന്നും ഭഗവാൻ പറഞ്ഞു. അന്നു മുതലാണത്രേ കണി വെക്കുമ്പോൾ കണിക്കൊന്ന പൂവ് കൂടി വെക്കാൻ തുടങ്ങിയത്. ഒരു ഐതിഹ്യം മാത്രമാണെങ്കിലും കണിക്കൊന്ന പൂത്തു നിൽക്കുന്നത് കാണുമ്പോൾ കണ്ണിനും മനസ്സിനും ഒരു സന്തോഷം തന്നെയാണ്.